ഡേറ്റിംഗ് ആപ്പ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നിരുന്നത്. അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് സ്വദേശികളായിട്ടുള്ള തൃക്കരിപ്പൂർ, അതോടൊപ്പം തന്നെ വടക്കൻകോവിൽ, കാലിക്കടവ് സ്വദേശികളായിട്ടുള്ള, ചെറുവത്തൂർ സ്വദേശികളായിട്ടുള്ള പ്രതികളൊക്കെ തന്നെ പോലീസിൻ്റെ വലയിലായിരുന്നെങ്കിൽ ഇതിപ്പോൾ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലേക്കൊക്കെ തന്നെ വ്യാപിക്കുന്നതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 3 കോഴിക്കോട് സ്വദേശികളെയാണ് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരാൾ പേരാമ്പ്ര സ്വദേശിയാണ്, മറ്റൊരാൾ ബാലുശ്ശേരി സ്വദേശിയാണ്, മറ്റൊരാൾ കിണാശ്ശേരി സ്വദേശിയാണ്. ഇനിയും എറണാകുളം സ്വദേശി അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പലതവണയായി സൂചിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ നേതാവ് അടക്കമുള്ള ആളുകൾ ഇനിയും പിടികിട്ട പുള്ളികളായി തുടരുകയാണ്. ഇനി അവരെ മറ്റ് ജില്ലകളിലേക്കും അതോടൊപ്പം തന്നെ കർണാടക അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു അന്വേഷണം, നേരത്തെ പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നതെങ്കിൽ കുട്ടിയുടെ ബന്ധുക്കളുടെയും ഒക്കെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നിരുന്നതെങ്കിൽ ഇനി ശാസ്ത്രീയ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും മുന്നോട്ടേക്ക് പോവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇനി സമാനമായിട്ടുള്ള രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ടവർ ലൊക്കേഷനൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്.